കഴിഞ്ഞ ISL മത്സരത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വാർത്തയായിരുന്നു. അതായത് കൊച്ചിയിൽ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിനിടയിലേക്ക് ഫലസ്തീൻ ഐക്യദാർഢ്യവുമായിട്ടെത്തിയ അതിന്റെ പതാകയുമായിട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വാർത്തയായിരുന്നു. ഞാൻ ആ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി. കാരണം ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ള ആശങ്കയാണ് എനിക്ക് ആ കാര്യത്തിൽ ഉണ്ടായത്. കാരണം കേരളത്തിന്റെ ഭരണ സംവിധാനം, സർക്കാർ അടക്കം കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും, CPM അടക്കമുള്ള പാർട്ടികളടക്കം ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതാണ്. ഇന്ത്യ അടക്കം കാലങ്ങളായിട്ട് അത്തരം സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഫലസ്തീൻ എന്നുള്ള രാജ്യത്തിന് സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള പദവി അനുവദിച്ചു കൊടുക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ഇന്ത്യയുടെ നിലപാടുകൾ. അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഉള്ള ഒരു സംസ്ഥാനമായ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സർക്കാർ പോലും അനുകൂലമായ ഒരു സംഭവ വികാസത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ എങ്ങനെയുണ്ടായി എന്നുള്ള ആശങ്കയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. എന്നാൽ അതിനുള്ള ചില ഉത്തരങ്ങൾ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഒരു വാർത്താ അഭിമുഖം എന്നുള്ള രീതിയിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു വാർത്ത ഇന്ന് മീഡിയ വണ്ണിലൂടെ ശ്രദ്ധിക്കാനിടയായി. അതിൽ ഈ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്ന ആളാണ് ഇപ്പോ മീഡിയ വണ്ണിനോട് സംസാരിച്ചിരിക്കുന്നത്. അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. ആ ചോദ്യം ചെയ്തതിൽ ഞങ്ങളടുത്ത് ചോദിച്ച്, നിങ്ങൾ മദ്രസയിൽ പോയിട്ടുണ്ടോ, എത്രത്തോളം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യം ചോദിച്ചത് ഞാൻ റിലീജിയസ് ആണോ എന്നുള്ള ഈ സംഘപരിവാർ ആളുകൾ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ATS ആദ്യം ചോദിച്ചത്. ISL കളിക്ക് നമ്മൾ വേറെ മാച്ച് കാണാൻ വേണ്ടി മാത്രം പോയപ്പോൾ കെഫിയ ധരിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു 4 പേരെ 5 മണിക്കൂറോളം കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് കെഫിയ ധരിച്ചുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെ അവർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടുമ്പോൾ സംശയപരമായിട്ട് തോന്നും, അതുകൊണ്ടാണ് കൊണ്ടുപോയെന്നാണ് പാലാരിവട്ടം സ്റ്റേഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇന്നലെ ATSന്ന് ഒരു ഓഫീസർ വിളിച്ചിരുന്നത്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞത് പുള്ളിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത്തിരി തിരക്കുണ്ട്, ഹോസ്പിറ്റലും ഒരു സ്ഥലത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ ഫ്രീ ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഉച്ചയായപ്പോൾ 2 ATSകാർ വീട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ എത്തുന്നതിൻ്റെ മുന്നേ ATSകാർ വീട്ടിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ ATS ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിച്ചത് ഞാൻ റിലീജിയസ് ആണോ എന്നുള്ള ഈ സംഘപരിവാർ ആളുകൾ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ATS ആദ്യം ചോദിച്ചത്. ഞാൻ റിലീജിയസ് ആണോ. പിന്നെ ചോദിച്ചത് ഞാൻ വായിക്കുന്ന ബുക്സ് ഏതാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട താല്പര്യ ടോപ്പിക്സ് ഏതാണ്, വീട്ടിൽ ആരെങ്കിലും വരാറുണ്ടോ, എവിടെയാണ് പോകുന്നത്, ഞാൻ വീട്ടിൽ പൊളിറ്റിക്സ് സംസാരിക്കാറുണ്ടോ. പിന്നെ പറഞ്ഞത് ഈ പാലസ്തീന് വേണ്ടി അങ്ങനെ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പം മൊത്തത്തിൽ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലും അതേസമയം വീട്ടുകാരൊന്ന് ഭയപ്പെടുത്താന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്നലെ ATSകാർ വന്നത്. അവർ പോയതിന് ശേഷം എന്നെ വിളിക്കുകയുണ്ടായി, പിന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് അവരെന്നെ പിന്നീട് പറഞ്ഞു പിന്നെ നമുക്ക് വേറൊരു ദിവസം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് പാലസ്തീൻ ഒരു കളക്റ്റീവ് ഉണ്ട്. അപ്പോൾ ആ കളക്റ്റീവ് കഴിഞ്ഞ കൊല്ലം കറക്റ്റ് നവംബർ 12 തൊട്ട് എറണാകുളത്തും ബാക്കി ജില്ലകളിലെല്ലാം നടത്തി വരുന്ന പാലസ്തീൻ അനുകൂല സമരങ്ങളുടെ പ്രതിഷേധത്തിന് അടിച്ചമർത്താനുള്ള ഉദ്ദേശത്തോടെയാണ് കേരള സർക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമല്ല, വേറെ അംഗങ്ങളുടെ നാട്ടിലും ജോലി സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാം വരുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ATSന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പം മലയാള മനോരമേൻ്റെ ഹോർത്തസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നമ്മൾ കൊക്കക്കോള ഫ്രീ ആയിട്ട് ആ സ്ഥലത്ത് വിതരണം ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ എതിരെ നമ്മളൊരു പ്രതിഷേധം നടത്തിയിരുന്നു. അന്ന് അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ പോലീസ് നല്ല രീതിയിൽ വരട്ടെയും സ്റ്റേഷനിൽ കോഴിക്കോട് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെല്ലാം വിളിച്ചു വരുത്തുകയും നല്ല രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടിയാണ്. അതുകൂടാണ്ട് ISL കളിക്ക് നമ്മൾ വേറെ മാച്ച് കാണാൻ വേണ്ടി മാത്രം പോയപ്പോൾ കെഫിയ ധരിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു 4 പേരെ 5 മണിക്കൂറോളം കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. അപ്പോൾ ഈ നവംബർ മാസം തൊട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള റിപ്രഷൻ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 5ഓളം ആളുകൾ ഈ മാസം മാത്രം നേരിട്ടിട്ടുണ്ട്. അതിന് മുന്നേ എല്ലാ ആളുകളൊക്കെ ഫോൺ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കേസൊന്നും എടുത്തിട്ടില്ല, നമ്മൾ പ്രിവെൻറ്റീവ് കസ്റ്റഡിയിൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ ചില ന്യൂസ് ചാനലുകളെല്ലാം പറഞ്ഞത് നമ്മളിതിൽ കേസ് എടുത്തൊന്നും ഞങ്ങളെ പാലസ്തീൻ കൊടി കൊണ്ടാണ് നമ്മളെ പിടിച്ചെന്ന് പറഞ്ഞത്. പക്ഷെ എന്നാൽ ഞങ്ങൾ കളി കാണാൻ വേണ്ടി മാത്രം പോവുകയും ടിക്കറ്റും ഉൾപ്പെടെ കയ്യിലുണ്ടായിരുന്നു. ജസ്റ്റ് ക്യൂവിൽ നിൽക്കുമ്പോഴാണ് നമ്മളെ പിടിച്ചുകൊണ്ട് ചെയ്തത്. കാരണം അവർക്കൊരു വ്യക്തമായിട്ടൊരു കാരണമില്ല. അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് കെഫിയ ധരിച്ചുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെ അവർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഇടുമ്പോൾ സംശയപരമായിട്ട് തോന്നും, അതുകൊണ്ടാണ് കൊണ്ടുപോയെന്നാണ് പാലാരിവട്ടം സ്റ്റേഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 5 മണിക്കൂറോളം നിർത്തി മാറിയും ചോദ്യം ചെയ്ത്. ആ ചോദ്യം ചെയ്തതിൽ ഞങ്ങളടുത്ത് ചോദിച്ച് നിങ്ങൾ മദ്രസയിൽ പോയിട്ടുണ്ടോ, എത്രത്തോളം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്.
പല ജില്ലയിലുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ കളി കാണാൻ എറണാകുളംകാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ISL നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ജില്ലയിലുള്ള ആളുകളാണ് ഞങ്ങൾ 4 പേരും പല ജില്ലയിലുള്ള ആളുകളല്ല. ഒരാൾ മലപ്പുറത്ത് താമസിക്കുന്ന എന്നാൽ തന്നെ എറണാകുളം ജോലി എടുക്കുന്ന ആളാണ്. അപ്പം അയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് പാലാരിവട്ടം സ്റ്റേഷനിൽ ചോദിച്ചത്. ATS ഇപ്പോൾ കേരള ATS ഈ വർഷം തന്നെ വന്നൊരു വാർത്തയാണ് ATS ഇസ്രായേലിൽ നിന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതായത് 1,20,00,000 രൂപ സർക്കാർ മുടക്കിയിട്ട് മേടിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തായിരുന്നു ATS ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരള സർക്കാർ പറയുന്നുണ്ട് പാലസ്തീനോടൊപ്പമാണെന്നുള്ള അനുകൂല നിലപാടെന്നാണ് പറയുന്നത്. എന്നാൽ തന്നെ എൻ്റെ വീട്ടിൽ ATSനെ അയക്കുമ്പോൾ എന്ത് സന്ദേശമാണ് അതിലൂടെ കേരള സർക്കാർ അയക്കുന്നത്? ഫലസ്തീൻ അനുകൂല പരിപാടികൾ, തീവ്രവാദ പരിപാടികൾ എന്ന അർത്ഥമാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ കേരള സർക്കാരിന് ഈ പൊള്ളത്തരം അല്ലെങ്കിൽ അവരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് അവർ വ്യക്തമാക്കണം. ഓക്കെ, കേരള സർക്കാർ കേരള പോലീസിനെതിരെ വളരെ വർഷങ്ങളായിട്ട് അടുത്ത കാലത്ത് വളരെ വലിയ ആരോപണങ്ങൾ ഉണ്ടായ ഒരു സംഗതിയാണ് കേരള പോലീസ് എന്നുള്ളത്. അപ്പോ അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിലൊരു പുതുമയായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഈ വാർത്തകളിൽ വന്നതുപോലെ ഇവരുടെ അടുത്തു നിന്നും ഫലസ്തീൻ പതാകയല്ല പിടിച്ചെടുത്തിരിക്കുന്നത്. ഫലസ്തീൻ പതാക പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകിയത്. എന്നാൽ ഇവര് കളി കാണാനാണ് യഥാർത്ഥത്തിൽ പോയത്. കൊച്ചിയിൽ പോയി കളി കാണുക, ISL മത്സരം കാണുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ടിക്കറ്റ് അടക്കം എടുത്ത് മത്സരം കാണാൻ പോകുന്നതിനിടയിലാണ് ഇവരെ പിടിച്ചിട്ടുള്ളത്. പക്ഷേ പ്രിവന്റൽ കസ്റ്റഡി എന്നാണ് പറഞ്ഞത്. അതിനിടയിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്നുള്ളത് ഇതിൽ വാർത്തകൾ നൽകുകയും വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കേസെടുത്തിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഉള്ളത്. അതായത് ഇതുവരെ കേസെടുത്തതായിട്ട് ഇയാൾക്ക് അറിവില്ല, പോലീസ് കേസെടുത്തോ എന്ന് ചോദിക്കുമ്പോ. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഈ അവസാനം പറഞ്ഞ ഇസ്രായേൽ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ട് ഇത്ര കോടി ചെലവിട്ട് കേരള സർക്കാർ എന്നുള്ള ഒരു സംഗതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ എന്നുള്ളത് യഥാർത്ഥത്തിൽ മൊബൈൽ ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ മാത്രമായിരിക്കില്ല. ഈ ഇസ്രായേൽ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ ലോകത്താകമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വാങ്ങിയിരിക്കാനാണ് സാധ്യത. അത് ഇന്ത്യയിലെമ്പാടും വളരെ വലിയ രീതിയിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. സമകാലിക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന സാധ്യതയുമുള്ള സോഫ്റ്റ്വെയർ ആണ്. ഏതായാലും പോലീസ് വാങ്ങിയ സോഫ്റ്റ്വെയറിനെ പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. എങ്കിലും ഇവിടെയുള്ള ഒരു സോഫ്റ്റ്വെയർ, വിതരണം ചെയ്യപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ എന്നുള്ളത് അത് ഇസ്ലാമോഫോബിക് ആണ്, മുസ്ലിം വിരുദ്ധതയാണ്, മുസ്ലിങ്ങൾ അല്ലെങ്കിൽ താടി വെച്ചവർ, തൊപ്പി വെച്ചവർ എന്നുള്ള രീതിയിൽ അവരൊക്കെ മദ്രസ പഠനം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും വളരെ വലിയ വലിയ പ്രശ്നങ്ങളാണ് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഈ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് പോലീസ് അടക്കമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വളരെ വലിയ സർക്കാർ സംവിധാനങ്ങളിൽ അവരുടെ സാന്നിധ്യം വളരെ വലിയ രീതിയിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ATS എന്ന് പറഞ്ഞാൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ്. ഫലസ്തീൻ കഫിയ ധരിക്കൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് വീട്ടിലെത്തി അന്വേഷണം നടത്തി ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരെ വെറുക്കാനുള്ള അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു സാധനമാണോ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് അത്തരം കാര്യങ്ങൾ. ഏതായാലും ഫലസ്തീൻ ഐക്യദാർഢ്യം പോലും നടത്താൻ കഴിയാത്ത ഒരു സ്ഥലമാണോ ഇത് എന്നുള്ള സംശയം ഇവിടെ ഉയരേണ്ടതുണ്ട്. ഫലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ ഭരണം നടത്തുന്ന CPMന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അത്തരം ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുള്ളത്. ഫലസ്തീൻ സ്വതന്ത്ര രാജ്യമായി നിൽക്കണമെന്നാണ് കേരളം ഭരിക്കുന്നവരുടെയും ഇന്ത്യ വളരെ കാലമായി സ്വീകരിക്കുന്ന സമീപനങ്ങളും എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചരിത്രം ഈ വിഷയത്തിൽ ഉള്ളപ്പോഴാണ് ഇത്തരം ഒരു സമീപനം കേരള പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്നും കേരള പോലീസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് ചർച്ചയാക്കപ്പെടേണ്ട സംഭവമാണ് എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി അത്യധികമായിട്ട് പറയാനുള്ളത്. ഏതായാലും അത്തരം സോഫ്റ്റ്വെയറുകൾ ഇസ്ലാമോഫോബിക് എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. അത് ഈ സമൂഹത്തിനിടയിലും ഇവിടുത്തെ ഏജൻസികൾക്കിടയിലും വിതരണം ചെയ്തിട്ട് കാലങ്ങളായി. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഈ മുൻവിധിയോട് കൂടി കാണുന്നുള്ളതും മുൻവിധിയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കഫിയയും ചിലപ്പോൾ ഫലസ്തീൻ പതാകയൊക്കെ ഇവിടെ പ്രശ്നമാവും. അത് തീവ്രവാദത്തിന് സിമ്പലായിട്ട് മാറും. ചിലപ്പോൾ അത് താടിയാകും, തൊപ്പിയാകും. ഇങ്ങനെയുള്ള പല സമയങ്ങളിൽ പലതായിട്ട് മാറും. കണ്ടാൽ തന്നെ ചിലപ്പോൾ തോന്നും, കണ്ടാൽ തന്നെ ഒരു തീവ്രവാദി ലുക്കൊക്കെ ചില ആളുകളുടെ കാര്യത്തിൽ തോന്നാറൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ സാമ്രാജ്യത്വം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഒരു ഇസ്ലാമോഫോബിക് എന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധനസമ്പാദനം, അതായത്
ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പിലൂടെ ലോകത്തെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് ഈ രാജ്യത്തെ സാധാരണക്കാരായ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം വിഭാഗത്തിലെയൊക്കെ ആളുകൾ ജീവിക്കുന്നുള്ളത്. അപ്പോ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഈ ഇത്തരം സമീപനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. എങ്കിൽ പോലും ഈ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അന്തരീക്ഷം ഈ രാജ്യത്തോ അല്ലെങ്കിൽ ലോകത്തോ എന്ന് മാറുമെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകൽ സാധ്യമല്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ഈ വിഷയത്തെപ്പറ്റി അത് ആത്യന്തികമായി പറയാനുള്ളത്.